ക്ഷമിക്കണം ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ആ ബദൽ സാമ്പത്തിക നയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ തന്നെയാണ് കേരളത്തിൽ രൂക്ഷമായ രീതിയിൽ ഭൂസമരങ്ങൾ ഉയർന്നു വരുന്നത്. ഉദാഹരണം ചെങ്ങറ ഭൂസമരം. അതിനോട് LDF സർക്കാരിന്റെ സമീപനം എന്തായിരുന്നുവെന്ന് കേരളം കണ്ടതുമാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ എവിടെയും ഉണ്ടായേക്കാം. ഞാൻ പറഞ്ഞൊരു സമ്പദ് വ്യവസ്ഥയുടെ കാഴ്ചപ്പാടാണ്. നമ്മളൊരു സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ സമ്പദ് വ്യവസ്ഥ അതിന് മുമ്പുണ്ടായിരുന്ന സമ്പദ് വ്യവസ്ഥയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞു നവലിബറൽ സാമ്പത്തിക നയം ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരു ബദൽ സാമ്പത്തിക നയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പലതിൻ്റെയും ഹാങ് ഓവർ ഇവിടെയൊക്കെ ഉണ്ടാകാം. ആ ഹാങ് ഓവറിൻ്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത്തരം പ്രശ്നങ്ങളെ മറികടക്കാൻ ഈ ബദൽ സാമ്പത്തിക നയം മുന്നോട്ട് പോവുക തന്നെ വേണം. ആ രാഷ്ട്രീയ തിരിച്ചറിവാണ് കേരളത്തിൽ ഉണ്ടാവേണ്ടത്. ചെങ്ങറ സമരത്തിലെ പ്രശ്നം ലഘൂകരിക്കപ്പെടാൻ അല്ലെങ്കിൽ മാറ്റപ്പെടാൻ ഇല്ലാതാക്കാൻ ആ നയം മാറി ബദൽ സാമ്പത്തിക നയം മാറി നവലിബറൽ സാമ്പത്തിക നയം വന്നാൽ നടക്കുമോ? സമ്പത്തിൻ്റെ ധ്രുവീകരണത്തിൻ്റെ ആശയമുള്ള സമ്പദ് വ്യവസ്ഥയിൽ അത് നടക്കില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിൽ ബദൽ സാമ്പത്തിക നയം മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ കേരളത്തിൽ ഭൂപരിഷ്കരണ തുടർച്ചയായി ഭൂപരിഷ്കരണ പരിപാടികളും അതിലൂടെ ഭൂരഹിത കേരളവും ഉണ്ടാകുമായിരുന്നു. നേരെ തിരിച്ച് ഈ സമ്പദ് വ്യവസ്ഥ നവലിബറൽ സാമ്പത്തിക നയത്തിലൂടെ സമ്പദ് വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഭൂരഹിത കേരളം എന്ന ലക്ഷ്യം നേടാൻ കഴിയില്ല. സുരേഷ് ബാബു, ഇവിടെ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്. വിതരണം ചെയ്യാനുള്ള ഭൂമി എവിടെയെന്ന ചോദ്യത്തിന് ഒന്ന് സർക്കാരിന് മറുപടിയില്ല. വിവരം ജില്ലാ ഭരണകൂടങ്ങളിൽ നിന്ന് ശേഖരിക്കണം എന്ന് തന്നെയാണ് മന്ത്രി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ട്, വിതരണം ചെയ്യാൻ ഭൂമിയില്ലാതെ എങ്ങനെയാണ് ഭൂരഹിതരെ ഇല്ലാതാക്കുക? മാത്രമല്ല, ഏറ്റെടുക്കാൻ വേണ്ട ഭൂമിയെ സംബന്ധിച്ച് കോടതി പോലും ചൂണ്ടിക്കാട്ടുന്നു. എന്തുകൊണ്ട് ആ ഭൂമി ഏറ്റെടുക്കുന്നില്ല? കോടതി പോലും പ്രൊആക്റ്റീവായി ചില കാര്യങ്ങളിൽ ഇടപെടുന്നു. ഉദാഹരണത്തിന് ഹാരിസൺ, ടാറ്റ തുടങ്ങിയ സംഭവങ്ങളിൽ കോടതി പോലും ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്നു എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്ന്. ഇത്തരം ഇച്ഛാശക്തിയില്ലാത്തൊരു ഭരണകൂടത്തിന് എങ്ങനെയാണ് ഭൂരഹിതരെ ഇല്ലാതാക്കാൻ കഴിയുക? വളരെ ഒരു തെറ്റായ വിശകലനവും സങ്കല്പവുമാണ് അതെന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. ഇവിടെ ഭൂരഹിതരായ കേരളം എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഞാനതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ്. അതൊരു മാൻഡേറ്ററി പ്രൊവിഷനല്ല, നിർബന്ധിതമായി നടപ്പാക്കാൻ കഴിയേണ്ടതല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, വെൽഫെയർ മെഷർ എന്നുള്ള നിലയിലാണ് ഇതിനെ ഈ ഗവൺമെൻറ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഷയം നമുക്കറിയാം. ഭൂപരിഷ്കരണ നിയമത്തിനകത്ത് കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്ന ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനകത്ത് അതേപോലെ തന്നെ ഭൂപരിഷ്കരണ നിയമം ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരമുള്ള ഭേദഗതികൾ വരുത്താതെ മറ്റൊരാളുടെ കൈവശമുള്ള ഭൂമി തിരിച്ച് ഗവൺമെൻറ്റിന് എടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ പരിധി നിശ്ചയിക്കുന്നതിൽ കാര്യങ്ങളിലൊക്കെ വലിയ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾക്ക് നേരിടേണ്ടി വരും. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഭൂമിയെക്കുറിച്ചുള്ള കണക്കുകളില്ല എന്ന് ഗവൺമെൻറ് പറയുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊരു വീഴ്ചയാണ് എന്ന് പറയാൻ എനിക്ക് മടിയില്ല. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ലഭ്യമായ ഭൂമിയുടെ വിവരം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. അത് ശേഖരിക്കാനുള്ള നിർബന്ധപൂർവമായ ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും നടത്തണം. അതിലെത്രത്തോളം വാസയോഗ്യമാണ്, ഉപയോഗയോഗ്യമാണ്, കൃഷിക്കുപയോഗ്യമാണ് എന്നുള്ളതാണ് ഈ പിന്നീട് ചർച്ച ചെയ്യേണ്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഭൂമി കൊടുക്കേണ്ടത് ആർക്കാണ്? താമസിക്കാനുള്ള ഇടമാണോ അതല്ല കൃഷി ചെയ്യാനുള്ള ഇടമാണോ? ഇതിനൊക്കെ നിർവചിക്കപ്പെടേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. ഗവൺമെൻറ് ഇപ്പോൾ പോയിരിക്കുന്നത് ചെറിയ ചെറിയ സ്ഥലങ്ങൾ, ഭൂമി ഇല്ലാത്തവർക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങൾ കൊടുത്ത് അവരെ അവിടെ പുനരധിവസിപ്പിച്ച് അവിടെ തൊഴിലും അവിടെ ചെറിയ കൃഷിയും നടത്തുക എന്നുള്ളതല്ലാതെ പണ്ട് ഹാരിസൺസിന് കൊടുത്തതുപോലെ ടാറ്റായ്ക്ക് കൊടുത്തതുപോലെ വലിയ മാസ്സായിട്ടുള്ളൊരു കൃഷിഭൂമി ആരുടെയെങ്കിലും കൈകളിലേക്ക് കൊത്തിക്കുക എന്ന ഒരു നയസമീപനം ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. ചെറിയ ചെറിയ ഭൂമികൾ കൊടുത്ത് ഭൂരഹിതരില്ലാത്ത ഒരു സംസ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ ആശയമാണ് ഗവൺമെൻറ് താലോലിക്കുന്നത്. അതിൽ ചിലപ്പോൾ വീഴ്ചകളുണ്ടാകാം, അതല്ലെങ്കിൽ അതിൻ്റെ വേഗതയുടെ കുറവുകൾ ഉണ്ടാകാം. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാവകാശവും സമയവും ഇനിയും ഒരു വർഷം ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുണ്ട്. അത് അതിവേഗം ബഹുദൂരം സഞ്ചരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അക്കാര്യത്തിൽ ഒരു തീക്ഷ്ണമായ സമീപനം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 599 ഹെക്ടർ ഭൂമിയാണ് സർക്കാരിൻ്റെ കയ്യിലുള്ളത്. ഈ 599 ഹെക്ടർ കൊണ്ട് 6 ലക്ഷം പേരുടെ ഭൂമിയില്ലായ്മ പരിഹരിക്കാൻ കഴിയുമോ?
ഇല്ല, ഒരിക്കലും കഴിയില്ലല്ലോ. നമുക്കൊരിക്കലും അങ്ങനെ കഴിയുമെന്നുള്ള വിശ്വാസവും ഇല്ല. പുതിയ ഭൂമി കണ്ടെത്തണം. ഭൂമി കണ്ടെത്തുന്നതിന് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ കൊണ്ട് ഭൂമി ഉണ്ടാവുകയും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വിവരമില്ലായ്മയാണെങ്കിൽ അത് കണ്ടെത്തണം. അതല്ല സ്വകാര്യ വ്യക്തികളുടെ കൈകളിലാണ് ഭൂമിയെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള സമീപനമുണ്ടോ അല്ലെങ്കിൽ നിയമമുണ്ടോ? ഇല്ലെങ്കിൽ നിയമം ഉണ്ടാക്കണം. അതൊക്കെ ഒരു ലോങ് പ്രോസസ്സ് തന്നെയാണ്. വളരെ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഗവൺമെൻറ് ഉദ്ദേശിച്ചത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള കൈകളിലുള്ള ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കുക എന്ന് തന്നെയാണ്. പ്രദീപ് കുമാർ, അങ്ങനെ സർക്കാരിന് ഒരു ലോങ് പ്രോസസ്സിലെങ്കിലും ഈ ഭൂമി കണ്ടെത്തി വിതരണം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ? യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം ഇപ്പം തന്നെ നമ്മുടെ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ട് എത്ര വർഷങ്ങളായി? നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി 2 തലമുറ 3 തലമുറകളോ കഴിയുമ്പോഴും നമുക്ക് ഈ ഭൂമി ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പം ലഭിച്ചിരിക്കുന്ന ഭൂമി, ആ കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കോഴിക്കോട് ജില്ലയിലാണെങ്കിലും അതേപോലെ പാലക്കാട് ജില്ലയിലാണെങ്കിലും നമ്മൾ നേരിട്ട് സന്ദർശിച്ചിരിക്കുന്ന ഭൂമികൾ, ഒരു കുടിവെള്ള സ്രോതസ്സില്ല, അതേപോലെ തന്നെ റോഡ് സൗകര്യങ്ങളില്ല, യാതൊരു സൗകര്യമില്ലാത്ത ഭൂമി കൊടുത്തു. അതേപോലെ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്ക് കൊടുത്ത 20 പട്ടയങ്ങൾ ഹൈക്കോടതിയെ 4 കേസുകളിൽ സ്റ്റേയുള്ള ഭൂമിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഭൂമി തന്നെ ഇവിടുത്തെ സാധാരണക്കാരന് ജീവിക്കാനോ ഉപയോഗിക്കാനോ പര്യാപ്തമല്ലാത്ത ഭൂമി കൊടുക്കുകയും അതിൻ്റെ പേര് ഇത്രയും ഭൂമി കൊടുത്തു എന്ന കണക്കുകൾ കാണിക്കുകയല്ലാതെ യഥാർത്ഥത്തിൽ ഇവിടെ ഭൂമിക്ക് അർഹതപ്പെട്ട ഒരു കുട്ടിക്ക് പോലും ഭൂമി കൊടുക്കാനുള്ള ഒരു തൻ്റെയിടം നമ്മുടെ ഗവൺമെൻറ് കാണിക്കുന്നില്ല. മാത്രമല്ല LDFിൻ്റെ കാര്യം പറയുമ്പോഴും ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോഴും എന്തുകൊണ്ട് അതിൻ്റെ തുടർ നടപടികൾ LDF ഗവൺമെൻറ്റുകൾ ഇതുവരെ സ്വീകരിച്ചില്ല? ഭൂപരിഷ്കരണ നിയമം വന്നു കഴിഞ്ഞാൽ ആ നിയമത്തോടുകൂടി അത് അവിടെ അവസാനിക്കുന്നില്ല. അതിനെ തുടർന്നുള്ള നടപടികൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന LDF ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ UDF ഗവൺമെൻറ്റുകളോ അതിൻ്റെ തുടർ നടപടികൾക്ക് യാതൊരു താല്പര്യവും കാണിക്കാതെ ഇപ്പോൾ കുറേ ജനങ്ങളുടെ പിന്തുണ മേടിച്ചെടുക്കുക എന്ന രീതിയിൽ മാത്രമാണ് ഈ പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭൂമുഖത്ത് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ അവകാശമാണ് ജീവിക്കാനുള്ള ഭൂമി എന്ന് പറയുന്നത്, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല. ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 64 വർഷം കഴിയുകയാണ്. ഇപ്പോഴും നമുക്ക് കേരളത്തിലുള്ള രാജ്യത്ത് പോലും ഇത്തരത്തിലുള്ള ഭൂമിയില്ലാത്ത ജനങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ നാണക്കേടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഭൂമി എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജീവിക്കാൻ വേണ്ടി പ്രകൃതി കൊടുത്തിരിക്കുന്ന വരദാനമാണ്, അല്ലാതെ ഒരു ഭരണകൂടത്തിൻ്റെയും ഔദാര്യമായിട്ടല്ല ഈ ഭൂമിയെ നമ്മൾ കാണുന്നത്. സി രവീന്ദ്രനാഥ് ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതൊരു ക്ഷേമ പദ്ധതിയാണ്. ഈ ക്ഷേമ പദ്ധതി ഏത് സമയത്തും ഏത് സർക്കാരിനും പിൻവലിക്കാവുന്നതാണ്. കാരണം ഇത്തരം പദ്ധതികൾ പൗരന്മാരുടെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട സംഗതിയൊന്നുമല്ല. പക്ഷേ ഇവിടെ മുൻപ് TT ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒന്നാം ഭൂപരിഷ്കരണത്തിന് ചില പാളിച്ചകൾ ഉണ്ടായി. ആ പാളിച്ചകളിൽ ചില ജനവിഭാഗങ്ങൾ പല കാരണങ്ങളാൽ, ചരിത്രപരമായ പല കാരണങ്ങളാൽ വഞ്ചിതരായി. ഒന്നാം ഭൂപരിഷ്കരണത്തിൻ്റെ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളെ, വീഴ്ചകളെ പരിഹരിച്ചുകൊണ്ട് വേണ്ടേ ഈ ഭൂവിതരണ പ്രക്രിയ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഭൂപരിഷ്കരണ പ്രക്രിയ മുന്നോട്ട് പോകാൻ? ഇക്കാര്യത്തിൽ 1970 ശേഷം, 70കൾക്ക് ശേഷം ഒരു പാർട്ടി എന്ന നിലയിൽ CPM ഇത്തരത്തിൽ ഒരു പ്രൊആക്റ്റീവായിട്ടുള്ള റോൾ എടുത്തതായോ അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങി ഒരു സമരം ചെയ്തതായോ കാണുന്നില്ല. ചില സ്ഥലങ്ങളിൽ, വയനാട് പോലുള്ള ചില സ്ഥലങ്ങളിൽ ആദിവാസി ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ സമരങ്ങളെ മറച്ചു വയ്ക്കുന്നില്ല. 2-3 വർഷം മുൻപ് CPM മുൻകൈയിൽ നടത്തിയ ഭൂസമരങ്ങളെയും മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ അതുകൊണ്ട് മതിയാവുന്നതാണോ? അതുകൊണ്ട് പരിഹരിക്കാവുന്നതാണോ കേരളത്തിൻ്റെ ഭൂപ്രശ്നം? നേരത്തെ ചോദ്യത്തിൽ തന്നെ വ്യക്തമാണ്, CPM നടത്തിയ പല സമരങ്ങളെയും ഞങ്ങൾ കാണാതിരിക്കുന്നില്ല എന്ന്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരളത്തിൽ ഭൂപ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം CPM ആണ് എന്ന്. 57 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായി കേരളത്തിൽ മുന്നോട്ട് വച്ച ആശയം ഭൂപരിഷ്കരണമാണ്. അതിനാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന. കോൺഗ്രസ് ഭരിച്ച ഒരുപാട് സംസ്ഥാനങ്ങൾ സംസ്ഥാനത്തിന് പുറത്തുണ്ട്. മഹാരാഷ്ട്രയുണ്ട്, മധ്യപ്രദേശിൻ്റെ ഒരുപാട് സംസ്ഥാനങ്ങൾ. ഇവിടെ നിന്നൊരു ആശയം തന്നെ AICC എത്ര വർഷം മുമ്പ് പാസ്സാക്കിയതാ? അവർ അവിടെയൊന്നും ഭൂപരിഷ്കരണം നടപ്പിലാക്കിയില്ലല്ലോ. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ പോയിന്റിലേക്ക് വരാതെ ഈ പ്രശ്നം പൂർണ്ണമാവില്ല. അവിടെയെല്ലാം അവർക്ക് ഭൂപരിഷ്കരണം നടത്താൻ പറ്റാതെ വന്നത് ഭൂപരിഷ്കരണം നടത്തേണ്ട, സമ്പത്തിൻ്റെ വിതരണം എന്ന ആശയം നടത്തേണ്ട ഒരു സമ്പദ് വ്യവസ്ഥയല്ല അവർ അവിടെ പിന്തുടർന്നത് എന്നുള്ളതുകൊണ്ടാണ്. കേരളത്തിൽ 57 മുതൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതിനുശേഷം CPM അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ സമ്പത്തിൻ്റെ വിതരണത്തിനുള്ള ആശയം, അങ്ങനെയാണ് കേരളത്തിൽ പൊതുവിതരണം ശക്തപ്പെട്ടത്. അങ്ങനെയാണ് കേരളത്തിൽ ഭൂപരിഷ്കരണത്തിൽ കുറച്ചെങ്കിലും തുടർച്ചയുണ്ടായത്. അതിൻ്റെ ഇടയ്ക്ക് CPM മാത്രമല്ല ഭരിച്ചത്, UDF ഇടയ്ക്ക് മാറി ഭരിച്ചപ്പോൾ പലതരത്തിലുള്ള ഇടപെടലുകൾക്കും പല തടസ്സങ്ങളും വന്നിട്ടുണ്ട്. നിരവധി ഭൂസമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിൽ CPM ആണ് ഒരു ഭൂസമരം നടത്തിയത്.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള തുടർച്ചയ്ക്ക് CPM ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് വിജയിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം, പൂർണ്ണമായിട്ടും വിജയിച്ചില്ല. പക്ഷെ ഇന്നും ഭൂപരിഷ്കരണം നടത്തണം എന്ന്, അല്ലെങ്കിൽ എല്ലാവർക്കും ഭൂമി കൊടുക്കണമെന്ന് ഒരു ക്ഷേമ പദ്ധതിയായിട്ട് പോലും UDFന് പ്രഖ്യാപിക്കാൻ പറ്റുന്നത് ഭൂപരിഷ്കരണമാണ് ഇവിടെ നടക്കേണ്ടത് എന്ന CPM മുന്നോട്ട് വയ്ക്കുന്ന ആശയം കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ആശയം ക്ഷേമ പദ്ധതിയായിട്ടെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ കേരളത്തിൽ ഇത് വരാനുള്ള കാരണം CPM ഇപ്പോഴും ഭൂപ്രശ്നമാണ് അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ അതിനുതകുന്ന സമ്പദ് വ്യവസ്ഥ തന്നെ വേണം. അത് തന്നെയാണ് അതിന്റെ ഫോക്കസ്. ഈ വിഷയം അഡ്രസ് ചെയ്യാൻ ഇവിടെ സി രവീന്ദ്രനാഥ് ഉന്നയിക്കുന്നത് CPM ഉൾപ്പെടെയുള്ള LDF സർക്കാരുകൾ നിരന്തരമായി ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് വിഘാതമായി നിൽക്കുന്നത് UDF തുടരുന്ന ലിബറൽ സാമ്പത്തിക നയമാണ്. സമ്പത്തിന്റെ വിതരണം സംബന്ധിച്ച ഇരു മുന്നണികൾ തമ്മിലുള്ള നയപരമായ വ്യത്യാസമാണ് ഭൂവിതരണത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്ന് ഒന്ന്. രണ്ടാമതായി പറയുന്നു, ഭൂപരിഷ്കരണമാണ് മറിച്ച് ക്ഷേമ പദ്ധതികളല്ല നടപ്പിലാക്കേണ്ടത് എന്ന CPMന്റെ വാദത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ ചർച്ചയെന്നും സി രവീന്ദ്രനാഥ് ചൂണ്ടിക്കാട്ടുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇതിപ്പോ CPMന്റെ നിലപാടിനെ കുറിച്ച് മാത്രമുള്ള ചർച്ചയല്ലല്ലോ, സർക്കാരിന്റെ നിലപാടിനെ കുറിച്ച് കൂടിയുള്ള ചർച്ചയാണെങ്കിൽ സൂചിപ്പിച്ചതുകൊണ്ട് പറയുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, പ്രദീപ് കുമാർ ആദ്യം സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം ഈ ഭൂമിയിൽ 1985 ഈ 67% ആൾക്കാരുടെ കയ്യിലായിരുന്നത് ഇപ്പോൾ 32% ആളുകളുടെ കയ്യിലായി എന്ന് പറഞ്ഞു. ഇത് ഒരു ഒറ്റ ദിവസം കൊണ്ടോ ഒരു ഏതാനും വർഷങ്ങൾ കൊണ്ടോ സംഭവിക്കുന്നതല്ല. ഇത് ദീർഘമായ 85 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിലെ കണക്കാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയും ദീർഘമായ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച വ്യതിയാനമാണിത്. വളരെ ഗൗരവമായി കാണേണ്ട ഒരു സാമൂഹിക പ്രശ്നമാണ് ഈ ഭൂമിയുടെ കേന്ദ്രീകരണം എന്ന് പറയുന്നത്. സംഭവിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് ഇവിടെ ശ്രീ രവീന്ദ്രനാഥ് സൂചിപ്പിച്ചത് ശരിയാണ്. വളരെ ശക്തമായ നിലപാട് ഭൂപരിഷ്കരണത്തിന്റെ കാര്യത്തിൽ, ഭൂപ്രശ്നത്തിന്റെ കാര്യത്തിൽ CPM എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ പാർട്ടി സ്വയം വിമർശനമായി കാര്യങ്ങൾ കാണുന്ന ഒരു പാർട്ടിയാണ്. അദ്ദേഹത്തിന് തന്നെ ചിന്തിച്ചാൽ അറിയാം, എത്രയോ ശക്തമായി ഇതിനകത്ത് നിലപാടെടുത്തിട്ടുണ്ടോ അത്രയും ശക്തമായി തന്നെ ഇതിൽ നിന്ന് CPM ഒളിച്ചോടിയിട്ടുമുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ 1970 മുതൽ 75 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഭൂപരിഷ്കരണത്തിന്റെ കാതലായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കപ്പെടുന്നത്. മിച്ചഭൂമി വിതരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഏതാണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് വരെ ഇത് തുടർന്നു. ആ സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ദിവസം വരെ CPM മിച്ചഭൂമി സമരം നടത്തിയിരുന്നു. അതിനുശേഷം CPM അത്തരത്തിലൊരു സമരം നടത്തിയിട്ടില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം പറയുന്ന പോലെ അങ്ങനെ ഭൂപ്രശ്നത്തിന്റെ അടിസ്ഥാന പ്രശ്നമായി CPM ഉയർത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. CPM എന്താണ് ചെയ്തത്? കർഷക തൊഴിലാളികളുടെ കൂലി പ്രശ്നത്തിന്റെ പേരിൽ കാർഷിക മുതലാളിമാരുമായുണ്ടായ തർക്കം അത് CPMന്റെ വളർച്ചയെയും CPMന്റെ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന പരിപാടിയെയും ബാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് വളരെ വളരെ സൂത്രത്തോടുകൂടി CPM ഒളിച്ചോടുകയാണ് ചെയ്തത്. ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യം ഉണ്ടാകുന്നത് CPMന്റെ പാർട്ടി പരിപാടിക്ക് തടസ്സമാണെന്നുള്ളത് കൊണ്ട് ഭൂപരിഷ്കരണം എന്ന അജണ്ട CPM ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം 79 ശേഷം CPIയുടെയും ആന്റണി കോൺഗ്രസിന്റെയും സഹായത്തോടുകൂടി തിരിച്ച് അധികാരത്തിൽ വന്ന CPM എത്ര കൊല്ലത്തിന് ശേഷമാണ്? 69 ശേഷം പിന്നെ 79 CPM അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം എത്ര തവണ CPM ഗവൺമെന്റുകൾ ഇവിടെ അധികാരത്തിൽ വന്നു. അപ്പോഴൊന്നും ഈ ഭൂപരിഷ്കരണത്തിന്റെ അജണ്ട ഏറ്റെടുക്കാൻ CPM തയ്യാറാവാത്തതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അത്തരമൊരു രാഷ്ട്രീയമായ അജണ്ട CPMന് മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് CPM തന്നെ വിലയിരുത്തിയതുകൊണ്ടാണ്. ഇത്തരത്തിൽ കർഷക തൊഴിലാളികളും കർഷകരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പരിപാടിക്ക് CPMന് കിട്ടില്ല എന്ന തരത്തിലേക്ക് CPM സമരത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. മറ്റ് നാമമാത്രമായ സമരങ്ങൾ നടത്തിയിട്ടില്ല എന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ എങ്കിലും അടിസ്ഥാനപരമായി CPM ഗവൺമെന്റുകൾ അധികാരത്തിൽ ഇരുന്നപ്പോൾ മിച്ചഭൂമി വിതരണത്തിനും ഭൂമിയുടെ പുനർവിതരണത്തിനും വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയാതെ പോയത് CPMന്റെ പരിപാടിയുടെ പാളിച്ചയാണ്. അത് അത് രാഷ്ട്രീയമായിട്ട് അവര് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത്തരത്തിലൊരു പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. അതാണ് CPM. അല്ലാതെ നിയോലിബറൽ നയങ്ങളുടെ പശ്ചാത്തലത്തെ മാത്രം പറഞ്ഞുകൊണ്ട് CPM പോലത്തെ പാർട്ടി ഇക്കാര്യത്തിൽ തലയുയരുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സുരേഷ് ബാബു, ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ റിയൽ എസ്റ്റേറ്റ്, ഭൂമിയുടെ റിയൽ എസ്റ്റേറ്റ് വൽക്കരണം സംബന്ധിച്ച നിരവധി ചോദ്യങ്ങൾ സിവിൽ സമൂഹത്തിൽ നിന്ന്, വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അക്കാര്യത്തെ UDF സർക്കാർ അഡ്രസ് ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെ മറികടക്കാൻ മുൻപ് ഇവിടെ സൂചിപ്പിച്ച ഭൂ ഉടമസ്ഥത സംബന്ധിച്ച അനുപാതം വളരെ ഭയാനകമാം വിധം കുറഞ്ഞു വന്നിരിക്കുന്നു. ഇതിനെ നേരിടാൻ ഒരു സർക്കാർ എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നില്ലേ UDF? ഇപ്പോഴും അത്തരത്തിൽ ക്രിയാത്മകമായ ഒരു റോൾ നിർവഹിക്കാൻ സർക്കാരിന് കഴിയുന്നുവെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഭൂമിയുടെ റിയൽ എസ്റ്റേറ്റ് വൽക്കരണം ഇപ്പോഴും അതിശക്തമായി തുടരുകയാണ്.
ഇത് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാതെയും കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റായ രീതിയിൽ വളച്ചൊടിച്ചും വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ്. ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച്, ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ച്, ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു അപക്വമായ സമീപനം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ തോന്നുന്നത്. ഭൂമി കൈമാറ്റം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി, നൂറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്